ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വർഷത്തിനാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ തിരശീല വീണിരിക്കുന്നത്. ഏകദിന പരമ്പരയിലെ ആധികാരികമായ വിജയത്തോടെ ടീം ഇന്ത്യ മടങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും പതിക്കുന്നത് ഒരേ ഒരു പേരിലേക്കാണ്: വിരാട് കോഹ്ലി. വിമർശകർക്കുള്ള മറുപടി ബാറ്റ് കൊണ്ട് നൽകുന്ന ശീലം പതിവ് പോലെ ആവർത്തിച്ച കോഹ്ലി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരവുമായാണ് 2025 തന്റെ ക്രിക്കറ്റ് സീസൺ അവസാനിപ്പിക്കുന്നത്. എന്നാൽ മൈതാനത്തെ ഈ വിജയഗാഥകൾക്കിടയിലും ഡ്രസ്സിംഗ് റൂമിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. വിജയത്തിന്റെ ആരവങ്ങൾക്കിടയിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് അതികായന്മാർ, സൂപ്പർ താരം വിരാട് കോഹ്ലിയും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലുകൾ മറനീക്കി പുറത്തുവരുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പരമ്പര വിജയത്തിന് ശേഷം നടന്ന ഒരു ഹസ്തദാനമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചൂടേറിയ ചർച്ചാ വിഷയം. വിവാദങ്ങളിലേക്ക് കടക്കും മുൻപ് വിരാട് കോഹ്ലി എന്ന ബാറ്റിംഗ് വിസ്മയം ഈ പരമ്പരയിൽ നടത്തിയ ഉജ്ജ്വലമായ തിരിച്ചുവരവിനെ കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ 2 ഏകദിനങ്ങളിലും ഡക്കായി മടങ്ങിയപ്പോൾ കോഹ്ലിയുടെ കാലം കഴിഞ്ഞു എന്ന് വിധിയെഴുതിയവർ കുറവല്ല. എന്നാൽ വീഴ്ചകളിൽ നിന്ന് പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയായിരുന്നു പിന്നീടുള്ള കോഹ്ലിയുടെ കുതിപ്പ്. ഓസ്ട്രേലിയക്കെതിരായ 3-ാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി താളം കണ്ടെത്തിയ കോഹ്ലി പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തുടർന്ന് കളിച്ച എല്ലാ മത്സരങ്ങളിലും 50-ലധികം റൺ സ്കോർ ചെയ്ത അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരുടെ പേടി സ്വപ്നമായി മാറി. 2 തകർപ്പൻ സെഞ്ചുറികളും 1 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണ് അദ്ദേഹം പരമ്പരയിലെ താരമായത്. നിർണായകമായ അവസാന ഏകദിനത്തിൽ 271 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ സമ്മർദ്ദമില്ലാതെ ബാറ്റ് വീശിയ കോഹ്ലി 65 റൺസുമായി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയതീരത്തെത്തിച്ചു. താൻ എന്തുകൊണ്ടാണ് ചേസ് മാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നതെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. എന്നാൽ മത്സരം അവസാനിച്ചയുടൻ അരങ്ങേറിയ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിജയത്തെക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത്. പരമ്പര വിജയം ആഘോഷിക്കുന്നതിനിടയിൽ കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും പരസ്പരം അഭിനന്ദനങ്ങൾ കൈമാറുന്ന പതിവ് രീതിയുണ്ട്. ഇവിടെയാണ് കോഹ്ലിയുടെ ശരീരഭാഷ ആരാധകർ സശ്രയം നിരീക്ഷിച്ചത്. സഹതാരങ്ങളെയെല്ലാം ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും തോളിൽ തട്ടുകയും ചെയ്ത് ആവേശം പങ്കിട്ട കോഹ്ലി പരിശീലകൻ ഗൗതം ഗംഭീറിന് അരികിലെത്തിയപ്പോൾ പെട്ടെന്ന് മാറി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഗംഭീർ കോഹ്ലിയുടെ മുന്നിലെത്തുന്നത്. എന്നാൽ അതുവരെ കോഹ്ലിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരി പെട്ടെന്ന് മായുന്നതും മുഖത്ത് ഗൗരവം പടരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗംഭീറിനെ കെട്ടിപ്പിടിക്കാനോ മുഖത്ത് നോക്കി ചിരിക്കാനോ നിൽക്കാതെ തികച്ചും ഔദ്യോഗികമായ ഒരു ഹസ്തദാനം മാത്രം നൽകി കോഹ്ലി വേഗത്തിൽ മുന്നോട്ട് നീങ്ങി. ഗംഭീറിനും കോഹ്ലിക്കുമിടയിൽ എന്തോ പുകയുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവായി ഈ ദൃശ്യങ്ങളെ ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. ഈ ശീതയുദ്ധത്തിന് പിന്നിലെ കാരണങ്ങൾ തേടി പോകുമ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് കോഹ്ലിയുടെ അപ്രതീക്ഷിത ടെസ്റ്റ് വിരമിക്കലിലേക്കാണ്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള കോഹ്ലിയുടെ തീരുമാനം ഗൗതം ഗംഭീറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിന് അതീവ പ്രാധാന്യം നൽകുന്ന പരിശീലകനാണ് ഗംഭീർ. ടീമിന്റെ നെടുംതൂണായ കോഹ്ലി മുന്നറിയിപ്പുകളില്ലാതെ പെട്ടെന്ന് ടെസ്റ്റ് മതിയാക്കിയത് ടീമിന്റെ പദ്ധതികളെ താളം തെറ്റിച്ചുവെന്ന് ഗംഭീർ വിശ്വസിക്കുന്നു. ടെസ്റ്റ് വിരമിക്കലിന് ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് കോഹ്ലി പിന്നീട് ഇന്ത്യൻ ജേഴ്സി അണിയുന്നത്. അന്നു മുതൽ ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം വളരെ കുറവായിരുന്നുവെന്ന് ടീം വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും ഇതിന് മാറ്റമുണ്ടായിട്ടില്ല. പരിശീലന സെക്ഷനുകളിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഇരുവരും സംസാരിക്കുന്നത് അപൂർവമായിരുന്നു. കോഹ്ലി പലപ്പോഴും ഗംഭീറിന്റെ നിർദ്ദേശങ്ങൾക്കായി കാത്തുനിൽക്കാതെ സ്വന്തം രീതിയിൽ മുന്നോട്ടു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഹസ്തദാന വിവാദം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം ഈ പരമ്പരയ്ക്കിടെ നടന്നിരുന്നു. ആദ്യ ഏകദിന മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന കോഹ്ലിയുടെ ദൃശ്യങ്ങൾ അന്ന് ചർച്ചയായിരുന്നു. ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലിനടുത്ത് ഗൗതം ഗംഭീർ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തികച്ചും അപരിചിതരെ പോലെ കോഹ്ലി അകത്തേക്ക് കയറിപ്പോയി. ഗംഭീർ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും കോഹ്ലി അത് ഗൗനിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ടീമിനുള്ളിലെ ഈ അസ്വാരസ്യങ്ങൾ മറ്റു താരങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നതും ഗൗരവകരമാണ്. രോഹിത് ശർമ്മ ഇവർക്കിടയിൽ ഒരു സമവായത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ല. കോഹ്ലിയും ഗംഭീറും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നത് ടീമിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് BCCI ഭയപ്പെടുന്നു.
കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ BCCI പ്രശ്നപരിഹാരത്തിനായി ഇതിനോടകം തന്നെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മുൻ ഇന്ത്യൻ താരവും നിലവിൽ സെലക്ഷൻ കമ്മിറ്റി അംഗവുമായ പ്രഗ്യാൻ ഓജയെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. കോഹ്ലിയുമായും ഗംഭീറുമായും വ്യക്തിപരമായ അടുപ്പമുള്ള വ്യക്തിയാണ് ഓജ. ഇരുവരുമായും സംസാരിച്ച് ഈ ഈഗോ ക്ലാഷുകൾ അവസാനിപ്പിച്ച് ടീമിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടേക്കും. എന്നാൽ പരമ്പരയ്ക്കിടെ നടന്ന ഈ മധ്യസ്ഥ ശ്രമങ്ങൾ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നാണ് അവസാന മത്സരത്തിന് ശേഷമുള്ള കോഹ്ലിയുടെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത്. വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പുതിയ കാര്യമല്ല. IPLൽ ഇരുവരും തമ്മിൽ മൈതാനത്ത് വെച്ചുണ്ടായ വാക്കേറ്റങ്ങൾ ക്രിക്കറ്റ് ലോകം കണ്ടതാണ്. എന്നാൽ ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി എത്തിയപ്പോൾ പഴയതെല്ലാം മറന്ന് ഇരുവരും കൈകോർക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. തുടക്കത്തിൽ നല്ല രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നതെങ്കിലും ടെസ്റ്റ് വിരമിക്കൽ എന്ന ഒറ്റ തീരുമാനത്തോടെ പഴയ കനലുകൾ വീണ്ടും ആളിക്കത്തുകയായിരുന്നു. ഗംഭീറിന്റെ കർക്കശമായ പരിശീലന രീതികളും കോഹ്ലിയുടെ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചും തമ്മിലുള്ള സംഘർഷമാണിതെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെ നടക്കുന്ന ഏകദിന പരമ്പരയിലാണ് ഇനി വിരാട് കോഹ്ലി കളത്തിലിറങ്ങുക. അതുവരെ ലഭിക്കുന്ന ഈ ഇടവേള ഗുണകരമാകുമോ അതോ വിള്ളലുകൾ വലുതാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസിലാൻഡ് പരമ്പരയ്ക്ക് മുൻപ് BCCI തലപ്പത്ത് നിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരവും ഗൗതം ഗംഭീർ എന്ന തന്ത്രശാലിയായ പരിശീലകനും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രണ്ട് വലിയ സമ്പത്തുകളാണ്. ഇരുവരും തമ്മിലുള്ള ഈ ശീതയുദ്ധം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ ബാധിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കളിക്കളത്തിലെ കോഹ്ലിയുടെ പ്രകടനം പോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിലെ ബന്ധങ്ങളും ഊഷ്മളമായാൽ മാത്രമേ വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് വിജയം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് മികവ് ആഘോഷിക്കുമ്പോഴും ആ തണുപ്പൻ ഹസ്തദാനം ബാക്കിയാക്കുന്ന ചോദ്യങ്ങൾ അവഗണിക്കാനാവില്ല. വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം.